ഏദൻ തോട്ടം ബൈബിൾ വായിച്ചിട്ടുള്ള എല്ലാവർക്കും പരിചിതമായൊരു പേരാണ്. ആദാം, ഹൗവ, ഒരു സർപ്പം, 2 പ്രത്യേക വൃക്ഷങ്ങൾ, പിന്നെ ഒരു വിലക്കപ്പെട്ട ഫലം. അതിനുശേഷം മനുഷ്യൻ ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവിടെ കഥ അവസാനിക്കുന്നത് പോലെയാണ് ഉൽപ്പത്തി നമ്മളോട് പറയുന്നത്. പക്ഷേ ഒരു നിമിഷം, ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം ആദാമിനും ഹൗവയ്ക്കും എന്ത് സംഭവിച്ചു? അവർ എത്ര കാലം ഏദനിൽ താമസിച്ചു? ആദാമും ഹൗവയും ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട കൃത്യമായ ദിവസം ഏതെന്നറിയാമോ? അവർ പുറത്തുപോയതിനു ശേഷം വീണ്ടും ഏദനിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പുരാതന ഗ്രന്ഥമുണ്ടെന്നറിയാമോ? അതിലും അതിശയകരമായ മറ്റൊരു കാര്യമുണ്ട്. ഒരു പുരാതന ഗ്രന്ഥം പറയുന്നത് ആദാമിൻ്റെ മരണശേഷം അവൻ്റെ ശരീരം വീണ്ടും ഏദനിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തു എന്നാണ്. ഇത് ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് ഇത് എഴുതിയത്? എപ്പോൾ? എന്തിനെഴുതി? ഇതിലും വലിയ ചോദ്യം, ഏദന്റെ കഥയ്ക്ക് മുമ്പ് തന്നെ മെസൊപ്പൊട്ടേമിയയിലെ പുരാതന സംസ്കാരങ്ങളിൽ സ്വർഗമാനമായ ഒരു ഭൂമി, അമരത്വം, ജീവന്റെ സസ്യം, ഒരു സർപ്പം എന്നിവയെക്കുറിച്ചുള്ള കഥകളുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബൈബിൾ എന്താണ് പറയുന്നത് മാത്രമല്ല, ബൈബിളിന് പുറത്തുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ ഏദനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പക്ഷേ അവസാനം നമുക്ക് മുന്നിൽ വരുന്ന ഒരു ചോദ്യം വളരെ ആഴമുള്ളതാണ്. ഏതൊരു സ്ഥലം മാത്രമായിരുന്നോ, അതോ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഒരു അവസ്ഥയുടെ പ്രതീകമായിരുന്നോ? ആദ്യം നമുക്ക് അടിസ്ഥാനമായ കഥ ഓർക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ ദൈവം കിഴക്ക് ഭാഗത്ത് ഏദനിലൊരു തോട്ടമുണ്ടാക്കി. അവിടെ കണ്ണിന് മനോഹരമായതും ഭക്ഷണത്തിന് നല്ലതുമായ അനേക വൃക്ഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2 വൃക്ഷങ്ങൾ പ്രത്യേകം പറയപ്പെടുന്നു. ജീവന്റെ വൃക്ഷം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ഏദനിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു. പിന്നീട് 4 നദികളായി പിരിഞ്ഞു. പിന്നെ സർപ്പം വന്നു, ഹവ്വയോട് സംസാരിച്ചു. വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം അവർ ഭക്ഷിച്ചു. അതിനുശേഷം മനുഷ്യന്റെ ചരിത്രം തന്നെ മാറി. ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴിയും അടച്ചു. കെരുവുകളും ജ്വലിക്കുന്ന വാളുകൊണ്ടും അത് കാത്തു. ഇതാണ് ബൈബിൾ പറയുന്ന പ്രധാന കഥ. പക്ഷേ പുരാതന യഹൂദ എഴുത്തുകാർക്ക് ഇവിടെ കഥ അവസാനിച്ചില്ല. ഇനി നമുക്ക് ജൂബിലീസിന്റെ പുസ്തകത്തിലേക്ക് പോകാം. ഇത് ബൈബിളിന്റെ കനോനിൽ ഉൾപ്പെടുന്ന പുസ്തകമല്ല. എങ്കിലും ഇത് വളരെ പഴയ യഹൂദ ഗ്രന്ഥമാണ്. ക്രിസ്തുവിന് മുമ്പുള്ള 2-ാം നൂറ്റാണ്ടിനടുത്ത് കാലഘട്ടമായി ഇതിന്റെ രചന ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ്? ഉൽപ്പത്തി പോലെയുള്ള പഴയ കഥകളെ കൂടുതൽ വിശദമായി വീണ്ടും പറയാൻ ശ്രമിക്കുന്നു. അവിടെ ഒരു വിചിത്രമായ വിശദാംശമുണ്ട്. ജൂബിലീസിന്റെ പുസ്തകം അനുസരിച്ച് ആദാമും ഹൗവയും ഏദനിൽ 7 വർഷത്തോളം താമസിച്ചു. അതായത് ബൈബിൾ പറയാത്ത ഒരു കാലയളവ് ഈ ഗ്രന്ഥം നൽകുന്നു. പിന്നെയും ഹൗവയെ സർപ്പം സമീപിച്ച ദിവസം വരെ ഒരു കൃത്യമായ തീയതി പോലും നൽകുന്നു. 2-ാം മാസത്തിലെ 17-ാം ദിവസം. അതിനുശേഷം ആദാമും ഹൗവയും ഏദനിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ദിവസത്തിനും അതൊരു തീയതി നൽകുന്നു. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ. ഉൽപ്പത്തി പുസ്തകം പറയാത്തൊരു കാര്യമാണ് ഒരു പുരാതന ഗ്രന്ഥം ഇങ്ങനെ വിശദമായി പറയുന്നത്. ജൂബിലീസിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് ഏദനെ ഒരു അതിവിശുദ്ധമായ സ്ഥലമായി ബന്ധിപ്പിക്കുന്ന ഒരു ആശയം കാണാം. അതായത് ഏദൻ വെറും മനോഹരമായൊരു തോട്ടം മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധ സ്ഥലവും കൂടെയാണ്. ഇത് വളരെ രസകരമാണ്. കാരണം പിന്നീട് ബൈബിളിലെ വിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ സാന്നിധ്യം, വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം എന്ന ആശയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് ചില ഗവേഷകർ ചോദിക്കുന്നു, ഏദനെ പുരാതന യഹൂദർ ഒരു ആദികാല വിശുദ്ധ സ്ഥലമായി ചിന്തിച്ചിരുന്നോ? ജൂബിലീസിന്റെ പുസ്തകം നോക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. പക്ഷേ ഇനി വരുന്ന ഗ്രന്ഥം അതിലും അതിശയകരമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. പിന്നെ ദൈവം അവനെ എടുത്തു. പക്ഷേ ഹാനോക്കിന്റെ പേരിൽ പിന്നീട് പ്രചരിച്ച പുരാതന ഗ്രന്ഥങ്ങളിൽ അവന്റെ യാത്രകളും ദർശനങ്ങളും വളരെ വിശദമായി വിവരിക്കുന്നു. അവിടെ വിശുദ്ധമായ തോട്ടങ്ങളെക്കുറിച്ചും അത്ഭുതകരമായ വൃക്ഷങ്ങളെക്കുറിച്ചും ദൈവികമായ സ്ഥലങ്ങളെക്കുറിച്ചും നീതിമാന്മാർക്ക് ലഭിക്കാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ കാണാം. പ്രത്യേകിച്ച് ഹാനോക്കിന്റെ പുസ്തകത്തിലെ 24-25 അധ്യായങ്ങളിൽ ഒരു അത്ഭുതകരമായ വൃക്ഷത്തെക്കുറിച്ചും പറയുന്നു. പലരും അതിനെ ജീവന്റെ വൃക്ഷമായി ബന്ധപ്പെടുത്തി വായിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആധുനിക ഗവേഷകർ അതിനെ നേരിട്ട് ജീവന്റെ വൃക്ഷമെന്ന് വിളിക്കുന്നതിലും ജാഗ്രത കാണിക്കുന്നു. എന്തായാലും ഒരു പ്രധാന ആശയം ഇവിടെ കാണാം. മനുഷ്യർ നഷ്ടപ്പെടുത്തിയ ഒരു വിശുദ്ധ ജീവിതം ഭാവിയിൽ വീണ്ടും ലഭിക്കുമെന്ന പ്രതീക്ഷ. ഇവിടെയാണ് കഥ വീണ്ടും ഏദനിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. ഇതാണ് വീഡിയോയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗങ്ങളിൽ ഒന്ന്. ആദാമിൻ്റെയും ഹൗവയുടെയും ജീവിതം എന്നറിയപ്പെടുന്ന ഒരു പുരാതന ഗ്രന്ഥ പാരമ്പര്യമുണ്ട്. ഇത് ബൈബിളിന്റെ ഭാഗമല്ല. പക്ഷേ ആദാമിൻ്റെയും ഹൗവയുടെയും ജീവിതത്തെക്കുറിച്ചുള്ള പിന്നീടുള്ള പുരാതന കഥകൾ അതിൽ കാണാം.
അതിൽ പറയുന്നത് ആദാം രോഗബാധിതനാകുന്നു. അപ്പോൾ ഹവ്വ അവരുടെ മകനായ ഷേത്തും ഏദന്റെ വാതിലിലേക്ക് പോകുന്നു. എന്തിനാണ്? ജീവന്റെ വൃക്ഷവുമായി ബന്ധപ്പെട്ട എണ്ണ ലഭിക്കാൻ. ആദാമിന്റെ രോഗം മാറ്റാൻ അത് സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവർക്ക് ആ അനുഗ്രഹം ലഭിക്കുന്നില്ല. അത് അവസാന ലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന ആശയം ആ രചനയിൽ കാണാം. ഇവിടെ വലിയൊരു ആശയം കാണാം. ഏതിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യൻ വീണ്ടും ജീവന്റെ വൃക്ഷത്തിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വഴി ഇപ്പോഴും അടഞ്ഞിരിക്കുന്നു. ആദാം മരിച്ചതിന് ശേഷം ആദാമിന്റെ ശരീരം ദൂതന്മാർ എടുത്തുകൊണ്ട് ഏദനിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തുവെന്ന് ഈ പുരാതന പാരമ്പര്യത്തിലെ ഒരു പതിപ്പ് പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആദാമിന്റെ കഥ ആരംഭിക്കുന്നത് ഏദനിൽ. അവിടെ നിന്നാണ് അവൻ പുറത്താക്കപ്പെടുന്നത്. അവന്റെ ജീവിതം അവസാനിക്കുന്നത് മരണത്തിൽ. പക്ഷേ ഈ പുരാതന പാരമ്പര്യം പറയുന്നത് അവന്റെ ശരീരം വീണ്ടും ഏദനിലേക്ക് തിരിച്ചെത്തി എന്നാണ്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലില്ല. അതുകൊണ്ട് ഇത് ബൈബിൾ സത്യമായി അവതരിപ്പിക്കാനും കഴിയില്ല. പക്ഷേ പുരാതന യഹൂദർ ആദാമിന്റെ കഥയെ എങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏദനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുരാതന മെസൊപ്പൊട്ടേമിയൻ സാഹിത്യത്തെ ഒഴിവാക്കാൻ കഴിയില്ല. അവിടെ ഒരു പുരാതന കഥയുണ്ട്, ദിൽമുൻ. സുമേറിയൻ സാഹിത്യത്തിലെ ചില രചനകളിൽ ദിൽമുൻ വളരെ പ്രത്യേകത ഒരു സ്ഥലമായി ചിത്രീകരിക്കപ്പെടുന്നു. അവിടെ രോഗമില്ല, ചില സാധാരണ ദുരിതങ്ങളുമില്ല. ദൈവികമായ ഒരു ശുദ്ധമായ ഭൂമിയുടെ രൂപമാണ് അവിടെ കാണുന്നത്. ഇത് ഏദൻ തന്നെയാണോ? അല്ല, ദിൽമുൻ തന്നെയാണ് ഏദനെന്ന് തെളിയിക്കപ്പെടുന്ന തെളിവുമില്ല. പക്ഷേ ആശയം ശ്രദ്ധിക്കൂ. ഒരു വിശുദ്ധ ഭൂമി, രോഗമില്ലാത്ത അവസ്ഥ, മനുഷ്യനും ദൈവിക ലോകവും തമ്മിലുള്ള അടുത്ത ബന്ധം, ഏദന്റെ ആശയമായി ചില സാമ്യങ്ങൾ ഇവിടെ കാണാം. ഇനി വരുന്നത് കൂടുതൽ വിചിത്രമായൊരു ബന്ധമാണ്. ഗിൽഗാമേഷ് മഹാകാവ്യം. ഗിൽഗാമേഷ് മരണത്തെ ഭയപ്പെടുന്നു. അവൻ അമരത്വം അന്വേഷിക്കുന്നു. അവസാനം അവനൊരു പ്രത്യേക സസ്യത്തെക്കുറിച്ച് അറിയുന്നു. ആ സസ്യം മനുഷ്യന് നഷ്ടപ്പെട്ട യുവത്വമോ പുതുജീവനോ നൽകുന്നതായി ബന്ധപ്പെട്ടതാണ്. ഗിൽഗാമേഷ് അത് സ്വന്തമാക്കുന്നു. പക്ഷേ അവൻ അത് ക്ഷീണിച്ച് വിശ്രമിക്കുമ്പോൾ ഒരു സർപ്പം ആ സസ്യം എടുത്തുകൊണ്ടുപോകുന്നു. സർപ്പം അതിലൂടെ തന്റെ തൊലി കളഞ്ഞ് പുതിയതുപോലെ മാറുന്നു. ഇവിടെ വീണ്ടും മനുഷ്യൻ, ജീവന്റെ അമരത്വം, ഒരു സസ്യം, ഒരു സർപ്പം. ഇപ്പോൾ ഉൽപ്പത്തി ഓർക്കൂ. ഏദനിൽ ജീവന്റെ വൃക്ഷം, മനുഷ്യൻ, സർപ്പം, നഷ്ടപ്പെട്ട അമരത്വം. സാമ്യം വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഗിൽഗാമേഷ് കഥ തന്നെയാണ് ഏദന്റെ കഥയുടെ ഉറവിടം എന്ന് തെളിയിച്ചിട്ടില്ല. ഇവ രണ്ടും വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്. പക്ഷേ പുരാതന മനുഷ്യർ മനുഷ്യന്റെ മരണവും നഷ്ടപ്പെട്ട അമരത്വവും എത്ര പഴയകാലം മുതൽ ചിന്തിച്ചിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഇവിടാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഏദൻ എവിടാണ്? ഉൽപ്പത്തിയിൽ 4 നദികളെക്കുറിച്ച് പറയുന്നു. അതിൽ ട്രൈഗ്രിസും യൂഫ്രട്ടീസും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന നദികളാണ്. അതുകൊണ്ട് പലരും ഏദനെ മെസൊപ്പൊട്ടേമിയയുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ പുരാതന കാലത്ത് തന്നെ ആളുകൾക്ക് ഏദൻ കൃത്യമായി എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നും ഏദൻ തീർച്ചയായും ഈ സ്ഥലത്താണ് എന്ന് ഉറപ്പിച്ചു പറയുന്നവർ അവരുടെ വ്യാഖ്യാനമാണ് പറയുന്നത്. ബൈബിൾ അതിൻ്റെ കൃത്യമായ സ്ഥാനം നമുക്ക് നൽകുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ബൈബിൾ പറയുന്നു ഏദൻ, ജീവന്റെ വൃക്ഷം, സർപ്പം, മനുഷ്യന്റെ വീഴ്ച, പുറത്താക്കൽ. ജൂബിലീസിന്റെ പുസ്തകം പറയുന്നു ഏദനിലെ 7 വർഷത്തെ താമസം. വീഴ്ചയുടെ കൃത്യമായ തീയതി ഏദനൊരു അതിവിശുദ്ധ സ്ഥലമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹാനോക്കിന്റെ പാരമ്പര്യം പറയുന്നത് വിശുദ്ധ തോട്ടം, അത്ഭുതകരമായ വൃക്ഷം, ഭാവിയിലെ ജീവിതത്തിന്റെ പ്രതീക്ഷ. ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തെക്കുറിച്ച് പുരാതന പാരമ്പര്യം പറയുന്നത് ജീവന്റെ വൃക്ഷമായി ബന്ധപ്പെട്ട അനുഗ്രഹം. ആദാമിന്റെ ശരീരം ഏദനിൽ അടക്കം ചെയ്യപ്പെടുന്നു. മെസൊപ്പൊട്ടേമിയൻ കഥകൾ പറയുന്നത് ദൈവികമായ ഒരു വിശുദ്ധ ഭൂമി, നഷ്ടപ്പെട്ട അമരത്വം, ജീവൻ നൽകുന്ന സസ്യം, സർപ്പം. പക്ഷേ ഇവയെല്ലാം ഒരേ കഥയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിന് തെളിവുകളില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഒരേ വലിയ ചോദ്യങ്ങളായി പോരാടിയിരുന്നു. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? മരണം എന്തുകൊണ്ടാണ് വന്നത്? മനുഷ്യന് എന്തുകൊണ്ടാണ് അമരത്വം ലഭിക്കാത്തത്? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും മനുഷ്യൻ എന്തുകൊണ്ടാണ് അകന്നത്? നഷ്ടപ്പെട്ട ഫർദീസ വീണ്ടും ലഭിക്കുമോ? ഇവിടെയാണ് ബൈബിളിലെ കഥ വീണ്ടും അതിശയകരമാകുന്നത്. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു തോട്ടത്തിൽ, ഏദനിൽ. അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്. മനുഷ്യൻ പാപത്തിൽ വീഴുന്നു, പുറത്താക്കപ്പെടുന്നു. പക്ഷേ ബൈബിൾ അവിടെ അവസാനിക്കുന്നില്ല. വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ജീവൻ
ജീവന്റെ വൃക്ഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ആരംഭത്തിൽ മനുഷ്യൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവസാനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ലോകം. അതിനാൽ ഏദന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരുപക്ഷെ ഏദൻ എവിടെ ആയിരുന്നു എന്നതല്ല. അതിലും വലിയ ചോദ്യം മനുഷ്യൻ ഏദൻ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്നതാണ്. പക്ഷെ ഇനിയും ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏറ്റവും പുരാതന കഥകളിൽ പോലും ജീവന്റെ വൃക്ഷം, അമരത്വം, സർപ്പം, നഷ്ടപ്പെട്ട പറുദീസ എന്നിവ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്? വെറും യാദൃച്ഛികതയോ അതോ പുരാതന മനുഷ്യരുടെ മനസ്സിൽ നിലനിന്നിരുന്ന ഒരു വളരെ പഴയ ഓർമ്മയുടെ പ്രതിനിധിയോ? അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ബൈബിളിലെ കഥകൾ മാത്രമല്ല, അവയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന പുരാതന ലോകത്തേക്കും നമുക്ക് അന്വേഷിക്കാം, ഒരുമിച്ച് അന്വേഷിക്കാം. ഉണർന്നിരിക്കുക, സുരക്ഷിതരായിരിക്കുക, സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.